கத்தீங்கன்னா அக்கா கிட்ட கம்ப்ளைண்ட் பண்ற பாத்துக்கோ. அக்கா வர ஃபயரா. அக்கா தெரியாதா? மோசல அக்காவா? மோசல ஐயோ Hello guys. We are going to Lidl. We are going for shopping again. നമ്മൾ നടക്കുന്നു Lidl. അത് യോഗി അണ്ണന്താ. ആമാമാ. മാസ്നാ പക്കാ മാസ്. ഇനി പോയിട്ട് ബൈക്ക്. ഗയ്സ് ഞങ്ങൾ ഇന്ന് ലിഡിലിൽ പോവാ. ഇവിടുത്തെ ഒരു ഗ്രോസറി സ്റ്റോർ ആട്ടോ. ഇവിടുത്തെ മെയിൻ ഗ്രോസറി സ്റ്റോർ ടെസ്കോ, ലിഡില്, ആൽഡി. ഇതാ നമ്മളെല്ലാരും പോകുന്നത്. പിന്നെ പോകുന്നവരുണ്ട്, പക്ഷെ നമ്മളേക്ക് ഒന്ന് കൂടുതൽ ഇതൊക്കെ തന്നെ. പിന്നെ അല്ലാതെ മോറിസൺസ്, സെയിൽസ്ബറി ആണ് ഇവിടെ. ബ്രിറ്റ്സ്, ഐസ്ലൻഡ്, ഇതൊക്കെ ബ്രിറ്റ്സ് മെയിൻ ആയിട്ട് പോകുന്ന കടയാ. നമ്മൾ പോകുന്ന ഇതൊക്കെയാ ലിഡില്, ആൽഡി, ടെസ്കോ. ഹായ് ജോയൽ. ജോയൽ വരുന്നില്ല ഗൈസ്, ജോയൽ വരുന്നില്ല. പ്രിയ കുത്തിയോ? ഇറങ്ങുന്നുണ്ടോ? സൂര്യ എവിടെ? മുഖം കിട്ടുന്നില്ലടാ. അവൻ അവന്റെ ഫ്ലോറിൽ ഇറങ്ങി ഗൈസ്. നമുക്ക് ഇവിടുന്ന് സൂര്യനെ കാണുന്നില്ല ഗൈസ്. താഴെ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. നമുക്ക് ഇവിടുന്ന് അത് ക്രോസ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലിഡിലെത്തും. ജസ്റ്റ് 3 മിനിറ്റ്സ് വാക്കല്ലേ? 3 മിനിറ്റ്സ് ഇല്ല, 2 മിനിറ്റ്സ് വാക്ക്. നമ്മൾ അക്കോമഡേഷൻ വീഡിയോസ് ഉടനെ ചെയ്യുന്നതായിരിക്കും അല്ലേ? നല്ല ഭംഗിയുണ്ട്. സ്വാതിക്ക് ചേച്ചിമാരെ കാണുമ്പോ കവിളുള്ള കുട്ടികളെ തേടുന്നു സ്വാതി. അതെ, കുഞ്ഞു ചെറുക്കനാ. കാണാൻ കുഞ്ഞിതാണെങ്കിലും ഇതാണ് ഗൈസ് നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും ചെറു കുഞ്ഞു ബേബി. 18 ആണെന്ന് കണ്ട പറയൂ. ലുക്ക് ലൈക്ക് വിജയ് ദേവരകൊണ്ടല്ലേ ആണ്. നിങ്ങൾ കമന്റ് ചെയ്യൂ. സ്വാധീനം കാണാൻ പക്ഷെ ഇപ്പം എന്താ, അവൻ ചില നേരം റെഡിയായി വരും. ഒന്ന് കാണണം. എന്റെ ദൈവമേ, എന്തിയടാ സൂര്യ തന്നെ നോക്കി നിന്നതാ. താഴെ നാട നിൽക്കുന്നു. ഇത്ര നേരം ഞങ്ങൾ ഹൈ സ്ട്രീറ്റ്. സൂര്യ അവിടെ നടന്നു പോയോ? അവൻ ഫോണിലാണ്. അപ്പം അവനങ്ങ് നടന്നങ്ങ് പോയി. പക്ഷെ ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ദേവൻ പിടിക്കാറ് ഫോണും പിടിച്ച് അങ്ങോട്ടോ കയറി വീട്ടിലോട്ട് തന്നെയാണ് ട്രാം പോകുന്നു ഗൈസ്. സൂപ്പർ ട്രാം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ആക്സസബിൾ ആണ്. നമ്മൾ കറക്റ്റ് സിറ്റി തന്നെയാണ്, സിറ്റി സെന്റർ തന്നെയാണ് താമസിക്കുന്നത്. ഗൈസ് ലിഡിലെത്തി കേട്ടോ. ലിഡിലാണ്. അവൻ നേരത്തെ കയറി പോയെന്നു. ഐ തിങ്ക് എന്റെ കൈ ഷേക്ക് ചെയ്യുന്നു. This is Lidl supermarket. അവിടെ പോയി നിന്നേ. നമ്മളിവിടുന്ന് എടുത്തു. ഇനി നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. എല്ലാം വില കൂടി കേട്ടോ. 88p ആട്ടോ ഇതിന്റെ പ്രൈസ്. 88p എന്ന് പറയുമ്പോൾ അറൗണ്ട് 88 രൂപ നാട്ടില്. 7 പഴം. ഇവരെ ഞാൻ എവിടെയോ അതാ തോന്നുന്നു നമ്മൾ മേടിക്കുന്ന കേട്ടോ. അത് പച്ചയല്ലേ, ഇത് പഴുത്ത. പച്ച വാങ്ങിക്കണം, അപ്പൊ അത് പഴുക്കണം. അല്ലാതെ പഴുത്ത വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് വായിന്ന് വരുന്ന കേട്ടില്ലേ കൊച്ചി ചെറുക്കൻ്റെ. ഇതെല്ലാം സ്ഥലം മാറ്റി. ബ്രെഡ് ഇവിടെ ഓക്കേ. വീട്ടിലെല്ലാം മാറ്റി കേട്ടോ. ഇവിടെ ഒന്നും അല്ലായിരുന്നു സാധനങ്ങൾ. ഇതാണ് എന്റെ ഫേവറേറ്റ് സെക്ഷൻ. എല്ലാം തീരാറേ. നമുക്ക് ഇവിടുന്ന് കവർ എടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് എടുക്കാം.
സ്ട്രോസിന്റെ നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാം തീരും. പക്ഷെ എല്ലാം തീരും ഇത് ഓൾമോസ്റ്റ്. പ്രൈസ് റെഡ്യൂസ്ഡിൽ ഇവര് അടയ്ക്കാറാണ്. എന്നിട്ട് മിച്ചമുള്ളത് ഇവര് വെറുതെ കളയും. എന്റെ ഫേവറേറ്റ് സാധനം കാണിച്ചു കൊടുക്കും. തിരിക്കാൻ പറ്റൂല. ഈ സാധനമാണ് എന്റെ ഫേവറേറ്റ് സാധനം. ക്രോസാണ്. മാംഗോ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ലിഡിൽ ഇവിടെ ഒടുക്കത്തെ തിരക്കായിരിക്കും ക്ലോസിംഗ് ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം തീരും. ഇതൊക്കെ ഇവിടെ ഫുൾ സാധനം ഉണ്ടായിരുന്നു കേട്ടോ, തീർന്നത്. ബ്രെഡ് വേറെ വേണോ? വേണ്ടല്ലോ. നമുക്ക് അടുത്ത ദിവസം മേടിക്കാൻ തൊട്ടടുത്താണല്ലോ സംഭവം. അതിന്റെ ഫുള്ള് സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ട്. ബ്രെഡ് സെക്ഷനൊക്കെ കയറി വരുന്ന സൈഡിൽ. ഓ ഇതെന്താടാ ലോബ് സെക്ഷൻ. ലോബ് സെക്ഷൻ പുതിയ ലോബ്സ്. എന്തായ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് കല്ല് പോലെ ഉണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് ഇത് ഇതിവര് മറ്റുള്ള ലിഡിലിനെ ലൈക്ക് എല്ലാ ലിഡിലും ഒരേപോലെ ആക്കാൻ വേണ്ടി ആക്കിയതാ. മറ്റുള്ള ലിഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ മാത്രമായിരുന്നു ഡിഫറൻസ് എന്ന് തോന്നുന്നു. ക്യാരറ്റ് ഇത് ഓർഗാനിക് ചേച്ചി, അത് വില കൂടുതലല്ല. നോക്കി വാങ്ങി. സോറി. അടുത്തോ ക്യാരറ്റിനൊക്കെ ഇവിടെ നല്ല വില കുറവാണ്. ഇത് പെട്ടെന്ന് കേട് വരും. പക്ഷെ 100 രൂപയ്ക്ക് കണ്ടോ കണ്ടോ ഞങ്ങൾ ഫ്രീസറിലാ വെക്കാറ്. ടെസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇനിയും പറ്റുന്നുണ്ട്. ഇല്ല, ഇതെല്ലാം ചെറുതാ. യൂസ് ചെയ്യണം. അല്ലെങ്കിൽ കട്ടി തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് പാത്രത്തിലാക്കിയിട്ട് ഇതാ ആ സെക്ഷനൊക്കെ ഫ്രൂട്ട്സിന്റെ സെക്ഷനാണ്. അതിന് മാറ്റമില്ലെന്ന് തോന്നുന്നു. ഈ സെക്ഷനിലൊക്കെ തന്നെ ആയിരുന്നു ഫ്രൂട്ട്സ് ഇരുന്നത്. ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു റാക്ക് വന്നിട്ടില്ലായിരുന്നു. ഓ റേറ്റ് ഒക്കെ എഴുതി വെച്ചിരുന്നതാണ്. ഓട്സ് ഉണ്ട്, ഇരിപ്പുണ്ട്. അങ്ങനെ ക്യാബേജ് ആണോ? ക്യാബേജ് നമുക്കിവിടെ ക്യാൻഡ് ഫിഷാണ് കഴിച്ച് ഇവിടെ നമുക്ക് അഫോർഡബിൾ. അതെ, ബാക്കിയൊക്കെ നല്ല റേറ്റ് ആണ്. ഒരു സംഭവം നാട്ടെ ഇത് മത്തിയാണ് ഗൈസ്. മത്തി ടൊമാറ്റോ സോസ് ആണ് ഗൈസ്. ഇത് ടൊമാറ്റോ സോസ് അതല്ലാത്തതും ഉണ്ട്. പിന്നെ ഓളിവ് ഓയിൽ മുക്കിയതും ഉണ്ട് ഗൈസ്. സൈഡ് കൊടുക്കടി, സൈഡ് കൊടുക്കും. കറി വെക്കുകയാണെങ്കിൽ ടൊമാറ്റോ സോസ് എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ ടൊമാറ്റോ അല്ല യൂസ് ചെയ്യുന്നത്. തീർന്നു ഗൈസ്. ഇതെന്തായാലും ഒരെണ്ണം എടുക്കട്ടെ. ഇത് വന്നത് ഇതാണ് ഫില്ലറ്റ് അയലുണ്ട്, മത്തിയുണ്ട്, ചൂണ ഉണ്ടായിരുന്നല്ലോ. ചൂര ഉണ്ടടി. ഒലിവ് ഓയിൽ. രണ്ടും ഒന്നല്ലേ? രണ്ട് ടൊമാറ്റോ സോസ്. എങ്കിൽ പിന്നെ ഒരെണ്ണം തപ്പൂടെ. ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലേ? അപ്പൊ എടുത്താൽ പോരെ. ഇതിന് വേറെ മീൻ എടുത്തൂടെ? മുട്ട ഗൈസ്. അയ്യോ മുട്ട കഴിഞ്ഞു ഗൈസ്. യെസ്, ഇതിന്റെ അടിയിലായിരുന്നു. പകുതി ഉണ്ട് കേട്ടോ. 3 പൗണ്ട് ഒരു കുട്ടീനെ പോലെ ഉണ്ട് കേട്ടോ. ബാത്ത് ടബൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ഓരോ ക്യാൻഡിൽ എടുത്ത് കത്തിക്കുക, കുളിക്കുക. നമുക്ക് ബാഡ് ബില്ല ഗൈസ്. ഇവൻ ഉണ്ട് ഗൈസ്. 1000 രൂപയാണ് വാടക. സൂര്യ തള്ളല്ലടാ. ലണ്ടനിൽ പോയാൽ കൂടി ഇത്ര നമുക്ക് ഉണ്ടാവില്ല. ബിസ്ക്കറ്റ്സ് ദാണ്ട ബൂർബോണൊക്കെ ഉണ്ട്. ഇത് മതിയോടി? ഇത് മതിയോ? മിൽക്കി മാൾട്ടഡ് മിൽക്ക്. ഇതാണ് നമ്മൾ എടുത്തത്. ഡ്യൂപ്പ് ടിഷ്യൂ വേണ്ടേ നമുക്ക്? ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ടിഷ്യൂ. ഇവിടെ നമുക്ക് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടിഷ്യൂ അല്ലേ ഗൈസ്? പിന്നെ അതൊക്കെ മേലെ അതൊക്കെ കീഴേ അത് കീഴെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം.
പല പല ബ്രാൻഡുകൾ. ഏത് നിനക്ക് എന്ത് ടിഷ്യൂ വേണ്ടത്? ചിക്കൻ ടിഷ്യൂ ഒന്ന് select ചെയ്തോ. ടോയ്ലറ്റ് 200 രൂപ 200 രൂപ. 1 2 3 4 5 6 7 8 9. നടക്ക്. ഗൈസ് എക്സ്ക്യൂസ് മീ ഗൈസ് കൊള്ളാലോ. ഇപ്പം അടിച്ച ഇത് നല്ലല്ല. ഇത് പോന്നെ. സോറി ഗൈസ്. നോക്കട്ടെ. ഇതിലേറ്റവും നല്ല സാധനം വൈറ്റ് ആണ്. അത് കൊള്ളാം എത്രയാ? കയ്യാണ്. ഇതാണ് കിടിലൻ. തൂക്കണം. ആ വൈറ്റ് ഒക്കെ കിടിലൻ. നല്ല മണമുള്ളതല്ലേ? വേണേ നമുക്ക് ബോഡി സ്പ്രേ ഉണ്ട്. അടിച്ചങ്ങോട്ട് നേരത്തെ അല്ലാത്തെടുത്ത് അടിക്കാമോ? പിന്നെ ആരെന്ത് പറഞ്ഞ ചോദിക്കൊന്നും ടെസ്റ്റർ ഇതൊക്കെ ടെസ്റ്ററാണ്. ഒറിജിനൽ എവിടെ? ഇതാണ് ഒറിജിനൽ. ഇതാ ഓക്കെ. അത് നോക്കിയിട്ട് ഇതിന്റെ പേര് നോക്കി നമ്മൾ മേടിക്കണം. ദേ അപ്പുറത്തെ ടെസ്റ്റ് ഉണ്ട്. അതെല്ലാം ഒന്നാ. നോക്കിതാ സംഭവം എത്ര? 4 കൊണ്ടോ 5 1 പൗണ്ട് 1.5. അല്ല സോറി 5. ഓക്കെ ബൈ. നല്ല മണം. ഗൈസ് ഇതാണ് മീറ്റ് സെക്ഷൻ. ഇതും ഇവിടെ അല്ല ഇരുന്നത്, ഫുള്ളി മാറ്റി. നൈറ്റ് ആയിരിക്കും എടി ഓരോ ദിവസം ഓരോ സെക്ഷൻ മാറ്റുന്നു. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? പോർച്ചുഗൽ എഴുതി അതിനാ. അതെ ഇവന്മാരൊക്കെ തോക്കുമെന്നേ ഉള്ളു കേട്ടോ. മണം അടിച്ചാ പോകണം രണ്ടും അതെ. അയ്യോ അതേടാ എനിക്കതായിരുന്നല്ലോ ജോലി. ഇതൊക്കെ വൈനാണ് ഗൈസ്. അടിച്ചാൽ ഒന്നും പറ്റില്ല. ഇതെല്ലാം വൈനാണ്. ടെസ്കോനെക്കാട്ടിൽ ഇഷ്ടം. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങണമെങ്കിൽ 25 എബോ ആവണം. അതെ നമ്മുടെ DRP ചെക്ക് ചെയ്യും ഗൈസ്. എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള പല പല പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സാധനം വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. ഓ ശരിയാ കേട്ടോ. നമ്മള് മറ്റേ നാട്ടിലൊക്കെ ഐസ്ക്രീമിന്റെ പെട്ടിയില്ല, അതുപോലായിരുന്നു ഇത് വെച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് മിന്റ് ഫ്ലേവർ ഇഷ്ടമല്ല. എല്ലാ വില കൂട്ടി കേട്ടോ. എല്ലാത്തിനും ഇവര് സ്ഥലം മാറ്റിയപ്പോ വിലയും കൂട്ടി. ഇതെന്തൊരു കളിയോ? എനിക്ക് കടലയൊന്നും ഇട്ട സാധനമേ ഇഷ്ടമല്ല. അതിന് ബ്രഞ്ച് ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ല, ബിറ്റ്വീൻ ഉച്ചയ്ക്കും രാവിലെയും കഴിക്കുന്നത്. അത് ഉച്ചയ്ക്കല്ല കഴിക്കുന്നത്. എന്തൊക്കെയോ പ്രോൺസ് ഉണ്ട് ഇവിടെ. എനിക്ക് ഇവിടെ പ്രോൺസ് കഴിച്ച് ചെറുതായിട്ട് പണി കിട്ടിയായിരുന്നു, അതുകൊണ്ട് പ്രോൺസ് നമ്മൾ എടുക്കുന്നില്ല. അടുത്ത എന്റെ ഫേവറേറ്റ് സാധനം നമുക്ക് ഇത് കൊണ്ടുവന്നിട്ടാക്കാം. പപ്സ് ഉണ്ടാക്കാം ഗൈസ്. 8 പപ്സ് ബ്രെഡ് സ്പ്രെഡ്. What's that? ചീര എടുക്കുവാണ്. ഇതിന്റെ പൈസ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. ചീര 59p. 1 പൗണ്ട്. 59p എന്തിനാ? ഇതാണ് മാജിക് മഷ്റൂം കേട്ടോ. മായയല്ല ഗൈസ്, മായ. അത് കഴിച്ചാ പിന്നല്ല മാജിക്ക്. നിങ്ങളുടെ യോഗട്ട് ഇല്ല, ഒരു യോഗട്ട് ഇത് ലാസ്റ്റ് 75p. ചിക്കൻ എടുക്കാം. മുളക് കൊണ്ടാട്ടം ബാബുവ. വരുന്നില്ലേ?
കേട്ടോ. ഞാനിവിടെ വന്നു. നമ്മൾ ഇതിന്റെ സാധനം എടുക്കുക, അതിന്റെ ബാർകോഡ് ഉണ്ടല്ലോ അത് അവിടെ ജസ്റ്റ് സ്കാൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ അത് എൻ്റർ ആവും മെഷീനിൽ. ഇത്രേ ഉള്ളൂ. കാർഡ് പേയ്മെന്റും ഉണ്ട്, ക്യാഷ് പേയ്മെന്റും ഉണ്ട്. ഇത് ഇവിടെ സ്കാൻ ചെയ്ത് അപ്പുറത്ത് വെക്കണോ കേട്ടോ, എന്നാൽ മാത്രമേ അവിടെ എൻ്റർ ആവും. അതെ. അപ്പം അസിസ്റ്റന്റിനെ വിളിക്കാനൊക്കെ പറയും. നമ്മൾ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ട് സ്കാൻ ചെയ്തില്ല എന്തെങ്കിലും ചെയ്താൽ ഇവിടെ ഉടനെ പറയും ഇത് ഇവിടെ സ്റ്റക്കാവും ഇവിടെ. എന്നിട്ട് അസിസ്റ്റന്റിനെ വിളിക്കാൻ ഇവിടെ എഴുതി കാണിക്കും. അപ്പൊ അവര് വന്ന് അവരുടെ ഒരു കീ പോലെ എന്തോ സാധനം നിങ്ങൾ ടച്ച് ചെയ്യും ഇവിടെ, അപ്പോഴാണ് അത് ശരിയാവുന്നത്. അതെ, ചിലതിനിപ്പോൾ ക്യാബേജിനൊന്നും നമുക്ക് ബാർകോഡ് ഇല്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണം വെജിറ്റബിള്, ക്യാബേജ്, എന്നിട്ട് അവരവിടെ വെയിറ്റ് മെഷർ ചെയ്യും. അങ്ങനെ കണ്ടോ, അത് കണ്ടോ, ആ ക്യാബേജ് അവിടെ വെച്ചത് ശരിക്കും വെച്ചില്ല. അതുകൊണ്ട് അവിടെ എഴുതി കാണിക്കുക പ്ലേസ്ഡ് ഐറ്റം ഇൻ ഡൈനിങ് ഏരിയ. അതവിടെ മുട്ടി അവിടെ ഇരിക്കണം എന്ന് തോന്നുന്നു. ഇവിടെ ഒരു കാർഡ് ഉണ്ട് ലിഡിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലബ് കാർഡ് ഉണ്ട്, ടെസ്കോ ക്ലബ് കാർഡ്, റിവാർഡ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ ആപ്പുകളുണ്ട്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ എന്താ വെച്ചാൽ ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിവാർഡ്സ് ഓഫേഴ്സ് വരുന്ന ആ ആപ്പിലേക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ സ്കാൻ ചെയ്യണം. നമ്മൾ കാശ് സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിവാർഡ്സ് ഇടാം. ഇത് വരെ തുറക്കും. എന്താ വെച്ചാൽ ഇത് ഏറ്റവും തിരക്കുള്ള ലിഡില ഒന്നാമത്തെ ആർട്ട് ഓഫ് കുക്കിംഗ് ആയതുകൊണ്ട്. ഇതൊക്കെ പുതിയതാട്ടോ, ഇതൊന്നും ഇല്ലായിരുന്നു ഇവരിപ്പോ ചെയ്ത ഈ സാധനമൊക്കെ. നമ്മളതെല്ലാം ഇതിനകത്ത് ഇട്ടുകൊണ്ട് വന്നു. കവർ നമ്മൾ കൊണ്ടുവരണം കേട്ടോ. കവർ കൊണ്ടുവന്നില്ലെങ്കിൽ കവറിന് എക്സ്ട്രാ പൈസയാണ്. അപ്പൊ നമ്മൾ കവറും കൊണ്ടാണ് വന്നത്. ഗുഡ് ബൈ. അതായിരുന്നു നമ്മൾ പോയ കട ലിഡിൽ. ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്തു, ഇച്ചിരി മുന്നോട്ട് കടന്ന് നമ്മുടെ അക്കോമഡേഷൻ എത്തും. ഇവിടെ ഗൈസ് ഒരു മനുഷ്യനെ നമ്മൾ പെർമിഷൻ റെക്കോർഡ് ചെയ്യാം. അത് ശരിയാട്ടോ. ഇവിടെ ശരിക്കും പോലീസ് പിടിക്കും, അവർ അപ്പോഴേ കംപ്ലൈൻറ്റ് ചെയ്യും. തീർന്നു നമ്മുടെ കാര്യം. ഭയങ്കര സീനാണ്. ഇവിടെ കാർഡ് ടാപ്പ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് നിൽക്കാം. ഇവൻ തുറന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. അവൻ ചത്താലും തുറന്നു തരത്തില്ല. നമ്മൾ ഏറ്റവും മണ്ടൽ ഫോർത്ത് ഫ്ലോർ. ഗൈസ്, നമ്മള് വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് അവർ ബിൽ. 16.2 കാണിച്ചതൊന്ന് ജസ്റ്റ് 16.20. 16 പൗണ്ടും 20. അതാണ് നമുക്ക് ബില്ലായ. അതൊരു 2 വീക്സ് പോവായിരിക്കും. പക്ഷേ മീറ്റ് ചിക്കൻ ഒന്നും പോകില്ല, ഒറ്റ പാക്കറ്റേ മേടിച്ചിട്ടുള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് കിടക്കും. അങ്ങനെ അതായിരുന്നു നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ്. ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് മേഘന മാത്രം. മേഘനയാണ് അവിടെ നാട്ടിൽ പോയി. ജോയില് ഇൻട്രോയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പൊ ശരി ഗൈസ്, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.